ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വരികയും ചെയ്യുക എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചത് യഹൂദരെല്ലാം കാത്തിരുന്ന മെശിഹായാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരൻ ക്രിസ്തുവിനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അനുഗമിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ ഈ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനെ ഒരു ധനികനായ ചെറുപ്പക്കാരൻ, ഒരു ഭരണാധികാരി എന്ന് മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. അവൻ്റെ പേര് പോലും ഒരു സുവിശേഷങ്ങളിലും കാണുന്നില്ല. എന്നാൽ അന്ന് തന്നെ വിളിച്ചത് ഒരു വെറും നല്ല ഗുരു മാത്രമല്ല, സാക്ഷാൽ ദൈവപുത്രനായ യേശു ആണെന്ന് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് വെറുതെ ഒന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ ധനവാനും ചുങ്കക്കാരനുമായിരുന്ന ലേവിയെ കർത്താവ് വിളിക്കുന്നു. കർത്താവിൻ്റെ പിന്നാലെ എല്ലാം ഉപേക്ഷിച്ച് അവൻ പോകുന്നു. ഇന്ന് നമ്മൾ അവനെ മത്തായി സ്ലീഹായായി അറിയുകയും അവൻ്റെ സുവിശേഷം വായിക്കുകയും അങ്ങനെയെല്ലാം ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരനെയും നമ്മൾ അവൻ്റെ പേരിൽ തിരിച്ചറിഞ്ഞേനെ അല്ലേ? ഈ ചെറുപ്പക്കാരനും അവൻ്റെ വിളി കേട്ട് അവന് വേണ്ടി ജീവിച്ച് അവൻ്റെ രാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി മരിച്ച ഒരു സ്ലീഹായായി ഇന്ന് നമ്മൾ ഒരുപക്ഷെ അവനെ അറിഞ്ഞേനെ. നമുക്ക് ഈ വെറുതെ ഈ ചെറുപ്പക്കാരന് വേണ്ടി അങ്ങനെ ഒന്ന് ആശിക്കാം. ഈ ചെറുപ്പക്കാരൻ താൻ സ്വർഗത്തിന് മതിയായവനല്ല എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിൽ അവൻ വ്യസനിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. ഒരുപക്ഷെ നമുക്കും ആ ചെറുപ്പക്കാരനെ പോലെ പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? തൻ്റെ ധനവും സ്വത്തുക്കളും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തൻ്റെ എല്ലാ സമ്പാദ്യവും ദരിദ്രർക്ക് വിട്ടുകൊടുക്കുവാനും യേശുവിനെ അനുഗമിക്കുവാനും സാധിക്കാതെ യേശുവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന പോലെ നാമും അവൻ്റെ ചെറിയവരായ സഹോദരിൽ നിന്ന്, അതിലൂടെ ക്രിസ്തുവിൽ നിന്നും പിന്തിരിഞ്ഞു നടക്കുന്നുണ്ടോ? പലപ്പോഴും നാം കാണാത്ത പോലെ, വിളി കേൾക്കാത്ത പോലെ അവനിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്ന് അവനിൽ നിന്ന് ഒരുപാട് ദൂരം പോയോ? അറിയില്ല അല്ലേ? ഈ ചെറുപ്പക്കാരൻ്റെ പാഠം ഇന്ന് നമുക്ക് വളരെ പ്രസക്തമാണ്. ഒരു നല്ല മനുഷ്യൻ സ്വർഗത്തിൽ പോകുമോ എന്ന് ഒരുപക്ഷെ നമ്മൾ ആ ആൾ മരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ആഗ്രഹം എല്ലാവരും സ്വർഗത്തിൽ പോകണം എന്ന് തന്നെയാണ്. നമ്മൾ നമ്മുടെ നല്ല മനസ്സിൽ ആ വേർപെട്ടു പോയ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ ജീവിച്ചിരുന്നപ്പോൾ തങ്ങളുടെ നന്മയെ സ്വയം പുകഴ്ത്തി മറ്റുള്ളവർക്കെതിരെ കുറ്റം വിധിച്ച് നടന്ന് താൻ സ്വർഗത്തിന് അർഹനാണ് എന്ന് കരുതിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ നാം എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതോ അവൻ്റെ വിളി കേട്ട് അവൻ്റെ സാഹചര്യം മനസ്സിലാക്കി അവൻ്റെ ചെറിയ സഹോദരനിലൂടെ അവനിലേക്കുള്ള ദൂരം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നുണ്ടോ? ചെറിയവരായ എൻ്റെ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്കാണ് നിങ്ങൾ ചെയ്തത് എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന നമ്മുടെ നാഥൻ്റെ സ്വരം കേൾക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പ്രഭാതം നേരുന്നു.